ഇന്ന് നമ്മൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും നേരെ ചിറയൻകീഴ് മുക്കാലവട്ടം അമ്പലത്തിലോട്ട് പോയി. അവിടെ ഇന്ന് വൈകിട്ട് അലങ്കാര വിളക്കുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ അലങ്കാര വിളക്കിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു. സോ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വിളക്കൊക്കെ കത്തിച്ചു. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. പിന്നെ ദീപാരാധനയും വെടിക്കെട്ടും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചിരണ്ടിയുടെ പരിപാടി തുടങ്ങി. നമ്മൾ ഇന്ന് പാപ്പുടുവിൻ്റെ ചെയറും കൂടാണ് കൊണ്ടുപോയത്. സോ അവൻ അവിടെ സൈഡായിരുന്നു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇവിടെ പായസദ്യ ഉണ്ടെന്ന്. സോ വൈകിട്ടത്തെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പായസം കുടിച്ചിട്ട് വൈകിട്ടുള്ള തിരുവാതിര കളി കാണാൻ വേണ്ടി നിൽക്കുക. ഇതിനിടയിൽ കൂടെ നമ്മുടെ ചിരണ്ടി കുടിക്കാൻ വേണ്ടിയിട്ടും ആളുകൾ വരുന്നുണ്ടായിരുന്നു. വരുന്നവരെല്ലാം പൂജ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ കടയിൽ കയറി ചിരണ്ടി ഐസ് ട്രൈ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് വന്നിരുന്നു. കടയ്ക്കാവൂരിന്നും കല്ലമ്പലത്തുനിന്നും വർക്കലയിൽനിന്നും അഞ്ചുതെങ്ങുന്നും ഒത്തിരി പേര് നമ്മളെ കാണാനും നമ്മുടെ ചിരണ്ടി ഐസ് ട്രൈ ചെയ്യാനും വേണ്ടി മാത്രം വന്നവരുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സും ആണ്, നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സും ആണ്. ഇത്ര ദൂരത്തു നിന്ന് നമ്മുടെ ചിരണ്ടി ഐസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ ഇവർ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോഴേക്കും 8:30 കഴിഞ്ഞ് കാപ്പി സദ്യ കൊടുക്കുന്ന സമയമായി. ഇഡ്ഡലിയും സാമ്പാറും വടയും ചമ്മന്തിയും ഒക്കെയാണ് ഇവിടുത്തെ കാപ്പി സദ്യയുടെ മെയിൻ ഐറ്റം. പിന്നെ നമ്മൾ അതെല്ലാം കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ പരിപാടി തുടങ്ങി. അപ്പോഴും ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും നമ്മുടെ ചിരണ്ടി ഐസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ്. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മൾ ഇന്നും ചിറയൻകീഴ് പുതുക്കരി മുക്കാലവട്ടം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലുണ്ടായിരിക്കും.